ഞാനിപ്പോ തന്നെ പോലീസിന് അയച്ചു കൊടുക്കും. നിങ്ങളെ പോലീസ് പൊക്കും. സാറേ, പോലീസിൽ അറിയിച്ച എൻ്റെ ഒരു കൂട്ടുകാരന്റെ ചതിയാണെന്ന് ഞാനങ്ങ് പറയും. താൻ എന്തോടെ പറയുന്നേ? അതെ സാറേ, എൻ്റെ ഒരു കൂട്ടുകാരനാ ഇതിനെല്ലാത്തിനും കാരണം. അത് ശരി. അപ്പോ തന്റെ സുഹൃത്താണ് പ്രേരിപ്പിച്ചത്. എങ്കിൽ രണ്ടിനുമെതിരെ പരാതി കൊടുക്കും. ഇയാളുടെ പേരെന്താ? കൂട്ടുകാരന്റെ പേരെന്താന്ന് പറഞ്ഞേ? എവിടുന്നാ വിളിക്കുന്നേ? പറഞ്ഞേ. MLA ദേവിക മേഡമാണോ സംസാരിക്കുന്നത്? ആദ്യം താൻ ആരാന്ന് പറയടോ. എന്റെ പേര് മുരളീന്ന. നന്ദൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക്. കൂട്ടുകാരന്റെ ഭാര്യ ഇപ്പോ രാമപുരത്തെ MLA ആണെന്ന് പത്രത്തിലൂടെ അറിഞ്ഞു. ആ നന്ദൻ എന്ന് പറയുന്നവന് ഇപ്പോഴത്തെ MLA ആയ ഒരു പഴയ ദേവികയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തവനാ ഞാൻ. എടാ മുരളി, ഓ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എടാ, ഗൗരി പറയായിരുന്നു മുരളിയേട്ടന്റെ ശബ്ദം കേട്ട അപ്പം നന്ദം പിടിക്കുമെന്ന്. കണ്ടില്ലേ? പിടിച്ചില്ല. എടാ നീ എപ്പോ വന്നു? എടാ ഇന്നെത്തി. എവിടെ ദേവിക മുങ്ങിയോ? ഇവിടെ ഉണ്ട്. ഗൗരി, ദേവികെ സംശയിക്കണ്ട, മുരളേട്ടൻ തന്നെയാ വിളിച്ചേ. ലീവിന് വന്നതാ. പുതിയ സിമ്മിട്ട് വിളിക്കോ? എന്നാലും വല്ലാത്ത പറ്റിക്കലായി പോയല്ലോ മുരളിയേട്ടാ. എടാ ഭയങ്കര നീ ആള് കൊള്ളാലോ. സത്യേട്ടൻ നന്ദു പോലീസിനെ അറിയിക്കുമായിരുന്നു. പോലീസ് വന്ന MLA ഉണ്ടല്ലോ എന്നെ ഇറക്കാൻ. ആ അതിരിക്കട്ടെ. നീ എന്താടാ പെട്ടെന്ന് വന്നേ? എന്തൊക്കെയാ വിശേഷം? വിശേഷമൊക്കെ അവിടെയല്ലേ. ദേവികെ, നിന്റെ പേരിൽ ഞാൻ അവിടെ ഫുൾ ഷൈനിങ് ആയിരുന്നു. ദേവിക MLA എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്, ഞങ്ങളുടെ അടുത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ഒരേ ജാടയായിരുന്നു. അത്ര ഗമയുള്ള കാര്യമൊന്നും അല്ല. ഞാൻ പഴയ ദേവിക തന്നെയാ, MLA ആവുന്നതിന് മുൻപുള്ള ദേവിക. എടാ നമ്മളെപ്പോഴാ കാണുന്നേ? നീ ഗൾഫിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നേ? അതിപ്പോ എടാ ഞാൻ നിന്നെ വിളിക്കാം. അമ്മയൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ, ഒന്ന് ഞെട്ടിക്കട്ടെ. ആ നടക്കട്ടെ. നീ ചെല്ലേ, ഞാൻ വന്നെന്ന് പറയണ്ട. ചേടാ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. സ്വന്തം കൂട്ടുകാരന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്ത ചങ്ങായി. ഓ നമ്മളിതിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ. വാ. സാധനങ്ങളൊക്കെ കിട്ടിയോ അമ്മേ? എല്ലാം കിട്ടി മോളെ. ചന്തയിൽ ഇറങ്ങിയപ്പോ ഷൈജന്റെ ഓട്ടോ കിട്ടി. ജിൻസിയും കൊച്ചുണ്ടായിരുന്നു. മിണ്ടിയും പറഞ്ഞു വന്നോണ്ട് എത്തിയതറിഞ്ഞില്ല. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദമായി, പൂർണ്ണമായിട്ട് മാറി. ആ നിന്റെ മുഖത്ത് അതിന്റെ ഒരു തെളിച്ചം കാണാനുണ്ട്. നീ ഉറങ്ങിയില്ലേ? വാതില് തുറന്നെടുക്കണ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി നീ എണീറ്റൂന്ന്. തലവേദന മാറിയതുകൊണ്ട് ഞാൻ പിന്നെ കിടന്നില്ലമ്മേ. എന്തായാലും തലവേദന മാറിയല്ലോ, അതന്നെ വലിയ കാര്യം. ആരത്? എന്താ അമ്മേ? എന്താമ്മേ നോക്കുന്നേ? നിനക്ക് മിമിക്രി ഒക്കെ അറിയാലേ? എന്നാ മോഹൻലാലിന്റെ ശബ്ദം എടുക്ക്. അമ്മയ്ക്കിതെന്താ? ഒരു പിച്ചക്കാരന്റെ ശബ്ദത്തിൽ നീ എന്റെ പേര് വിളിച്ചില്ലേ? എന്താണ് നീ കളിക്കുന്നത്? നീ എന്നെ കളിയാക്ക? ഞാൻ അമ്മയുടെ പേര് വിളിച്ചെന്ന് അമ്മയ്ക്ക് തോന്നിയോ? അതുമല്ല, ഞാൻ അമ്മയുടെ പേര് വിളിക്കൂ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ തോന്നിയതായിരിക്കോ? കേട്ടാ വീണ്ടും നീ കേട്ടില്ലേ വിളിക്കുന്നത്? അമ്മ എന്താ ഈ പറയുന്നേ? ആരെവിടെ അമ്മയുടെ പേര് വിളിക്കുന്നേ? അമ്മയ്ക്ക് ഓരോ തോന്നലുകൾ വരുന്നതാ. നമുക്കേ ഒരു ഡോക്ടറെ കാണാം. അകത്താരോ ഉണ്ടല്ലോ. ആരടി അത്? ആഹാ, എന്നാ പേര് ശരിയാക്കി തരാലോ. അങ്ങനെ
എന്താ ഭാർഗവി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നേ? അമ്മേ, ഇത് മുരളേട്ടനാ. അമ്മ എന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്നും പറയാതെ വന്നതാ. എന്താ അമ്മേ? മോനെ, എന്നാലും കരയുന്ന എന്തിനാ? ഞാനിങ്ങി വന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിച്ചില്ലടാ. അയ്യോ അമ്മേ, മുരളേട്ടൻ ഒറ്റയ്ക്ക് നമ്മള് രണ്ടുപേരെയും പറ്റിച്ചതാ. നമ്മളെ മാത്രമല്ല, ഫോൺ ചെയ്ത് നന്ദനെയും പറ്റിച്ചു. അത് ഞങ്ങള് പ്രവാസികളുടെ ഒരു സന്തോഷം. പുറത്തിറങ്ങി ഉറക്ക വിളിച്ച് കൂവാനാ തോന്നണത് മുരളി ലീവിന് വന്നെന്ന്. അമ്മേ, കടുങ്കയൊന്നും വേണ്ട. എന്ത് കടുങ്കൈ? ഞാൻ എല്ലാവരും അറിയിക്കും, നോക്കിക്കോ. ആ, ഞാനേ ഗൾഫുകാരന്റെ അമ്മയാ. നീ ഓട്ടോ ഓടിച്ച് നടന്നപ്പോഴേ എന്നെ കാണുമ്പോ മൈൻഡ് പോലും ചെയ്യാതിരുന്നവരെ നീ ഗൾഫിൽ പോയതിനു ശേഷം ദിവസം 3 നേരം നിന്നെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നേ. അപ്പോ എന്റെ മോൻ ലീവിന് വന്ന കാര്യം എനിക്ക് നാട്ടുകാരെയൊക്കെ അറിയിച്ചല്ലേ പറ്റൂ. അതൊക്കെ സാവകാശം മതിയമ്മേ. ആദ്യം അമ്മയ്ക്കും ഗൗരിക്കും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. വാ. സാധനങ്ങളൊക്കെ സൗകര്യം പോലെ മതി. നിന്നെ ആവശ്യം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ല. ആദ്യം ഞാൻ എന്റെ കൈകൊണ്ട് നിനക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി തരട്ടെ, ബാക്കിയൊക്കെ അതിന് ശേഷം മതി. അത് അമ്മ പറഞ്ഞത് പോയിന്റ്. വളരെ കാലത്തിന് ശേഷം ഈ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം ഒന്ന് കഴിക്കട്ടെ. അടുക്കളയിലേക്ക് ഞാൻ വരാം. വന്നട്ടെ, നമുക്ക് പോയി. അതെ, അപ്പോ ഞാൻ വേണ്ടേ? ആ, അമ്മ കഴിഞ്ഞിട്ടേ ഭാര്യയുള്ളൂ. എന്നാ പൊയ്ക്കോ. അവൻ വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയ നിനക്ക്. വാടി ഇങ്ങോട്ട്, വാ വാ മോനെ, വാടി. നമുക്ക് ഋഷി ഈ നാട്ടിൽ നിന്ന് മാറ്റണം സിപി. മാഡം, എന്നോടുള്ള പക ചന്ദ്രോത്തുകാരി ഇനി ഋഷിയോടായിരിക്കും തീർക്കാൻ പോന്നേ. പ്രഭാവതിയെ അപകടപ്പെടുത്താൻ ഋഷി 2 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷിയുടെ സേഫ്റ്റി നമുക്ക് പ്രധാനോ? എന്നുവെച്ചാ മാഡം പേടിച്ചോടാൻ പോവാണോ? മാഡത്തിന് എന്ത് പറ്റി? ഇന്നലെ വരെ മാഡത്തിനെ എല്ലാവരും പേടിച്ച് നിന്നിട്ടേ ഉള്ളൂ. മാഡത്തെ ഭയന്ന് മറ്റുള്ളവർ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ മാഡം പതറുന്നോ? എന്താ മാഡം ഇത്? മക്കളുടെ ജീവന് ഭീഷണിയാണെന്നറിയുമ്പോ അച്ഛനമ്മമാരൊന്ന് പേടിക്കും സിപി. എന്നെക്കുറിച്ച് എനിക്ക് ഭയമില്ല. ഇനിയുള്ള എന്റെ ജീവിതം ദേവിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിലേക്ക് ഋഷി വരാൻ പാടില്ല. അവനും പകയുടെ ചൂടായിട്ട് നിൽക്കുക. മുമ്പ് അവന്റെ ലീനയുടെ മരണത്തിന് വേണ്ടിയാ അവൻ പകരം ചോദിക്കാൻ നിന്നതെങ്കിൽ ഇപ്പോ എന്റെ പരാജയത്തിന്റെ കണക്ക് അവന് ചോദിക്കാനുണ്ട്. അച്ഛനമ്മമാർക്ക് വേണ്ടി മക്കൾ പകരം ചോദിക്കും. അങ്ങനെ ചോദിക്കണം. അവനെ എങ്ങോട്ടും പറഞ്ഞയക്കണ്ട മാഡം, ഞങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കിതുവരെ വിജയിക്കാൻ പറ്റിയോ? ചന്ദ്രോത്തുകാരെ തോൽപ്പിക്കാൻ എളുപ്പമല്ല സിപി. പ്രത്യേകിച്ച് ദേവിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവരുടെ കൂടെയുള്ളപ്പോ. മാഡം, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി ഒരു പ്ലാൻ തയ്യാറാക്കണം. അവർ തോക്കും മാഡം, അവരെ നമുക്ക് തോൽപ്പിക്കാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. പറഞ്ഞില്ലേ, ആദ്യം ഋഷിയെ സേഫ് ആക്കണം. ഋഷിയെ മറ്റൊരിടത്തേക്ക് അയക്കണം. ഇല്ല, ഞാൻ ഒരിടത്തേക്കും പോവില്ല. അമ്മയ്ക്ക് പേടിയാണെങ്കിൽ അമ്മ മാറിക്കോ. ശബ്ദം ചെയ്തത് നടപ്പിലാക്കിയിട്ടേ ഞാൻ എങ്ങോട്ടും ഉള്ളൂ. മോനെ, മാഡം പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. എന്നെക്കുറിച്ചല്ലേ പേടി. ഇനി പേടിക്കേണ്ടത് അവരാ. അവര് നമ്മളെ ഭയന്നിട്ടാ ഒളിച്ചു പോകേണ്ടത്. അമ്മ എന്താ ഈ പറയുന്നത്? അവരെവിടെ ചെന്ന് ഒളിച്ചാലും പിന്തുടർന്ന് കൊല്ലുമെന്ന് സത്യം ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഒളിച്ചോടണോ? മോനെ,
അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ ചെയ്തതിനേക്കാൾ ശക്തമായ ശബ്ദം ഞാനും ചെയ്തിട്ടുണ്ട്. ദേവികയെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നീ ഇവിടെ നിൽക്കുമ്പോ നിന്റെ സേഫ്റ്റി എന്റെ മനസ്സിലൊരു ആദ്യമായിട്ട് നിൽക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നീക്കങ്ങൾ നടത്താനും എനിക്ക് ശക്തി ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞേ, നീ ഒന്ന് മാറി നിൽക്കേ. മോനെ, അമ്മ പറയുന്നത് അനുസരിക്കും. അമ്മ പറയുന്നത് എന്തും കണ്ണടച്ച് അനുസരിക്കണം തന്നെ എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ നിർബന്ധിക്കരുത്. അപ്പൊ അമ്മ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നുള്ള വിഷമം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവില്ല. ഇല്ലാതാക്കേണ്ടവരെ ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവൂ. അതെന്റെ സത്യമാ. ഋഷി, അമ്മ പറയുന്ന അമ്മ ഒന്നും പറയണ്ട. മാഡം, ഋഷിയെ സൂക്ഷിക്കണം. ആ, എനിക്ക് മനസ്സിലായി. ആ, ശരി ശരി. വാട്ടർ അതോറിറ്റിയിൽ ഞാൻ വിളിച്ചു പറയാം. ഇല്ല, പരിഹാരം ഉണ്ടാക്കാം, ഉറപ്പ്. എന്താ മോളെ? മൈത്രി നഗറിന്നാ. അവിടെ പല ദിവസങ്ങളിലും വെള്ളം മുടങ്ങുന്നു. നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ ഇടപെട്ടതാ. വളരെ മുമ്പേ ഉള്ള പ്രശ്നമാണ്. വിളിച്ച് പ്രഷർ കൊടുക്കുമ്പോൾ ഒരു 3 മാസം കൃത്യമായിട്ട് പോവും. പിന്നെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും. ഒരു വാൽവ് മാറ്റുന്ന കാര്യമാണ്. എന്തോ കാരണത്താൽ പണി വൈകിപ്പിക്കുക. അവിടുത്തെ കുടുംബങ്ങളെയും കൂട്ടി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കണം. കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കണം. ഉപരോധമെങ്കിൽ ഉപരോധം തന്നെ. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. മോള് വാ, ഞാനും ഓഫീസിലേക്കാ. ആ മോളെ. മോളോ? ഏത് മോള്? എന്നെ മോളായിട്ട് അച്ഛൻ അംഗീകരിക്കുന്നുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാനിവിടുത്തെ മോളായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങൾ ഞാനും അറിയാമായിരുന്നല്ലോ. മനസ്സിലായില്ല. അച്ഛനിപ്പൊ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. MLA ആയ മോൾ എന്തെങ്കിലും പറഞ്ഞാലേ അച്ഛന് മനസ്സിലാവൂ. അടുക്കളയിൽ കിടക്കുന്ന എന്നെ കൊണ്ട് എന്ത് പ്രയോജനം? കാര്യം പറ രജനി. ആ രാധാമണി ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? എന്നിട്ട് ആ വിവരം എന്നെ ഒന്ന് വിളിച്ചറിയിച്ചോ? ഞാൻ ചന്ദ്രോത്ത ആളല്ലേ? മോളെ, അത് ദേവിക നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നെ നിങ്ങളെ കൂടെ അറിയിച്ച് പേടിപ്പിക്കണ്ടെന്ന് കരുതി. അച്ഛന്റെ ഈ ന്യായമൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. അച്ഛൻ കാര്യങ്ങൾ എന്തുകൊണ്ടാ എന്നെ അറിയിക്കാത്തെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാ? ക്രെഡിറ്റ് എനിക്കൂടി കിട്ടുമെന്ന് പേടിച്ചിട്ടല്ലേ? മനസ്സിലായില്ല. അല്ല, അച്ഛൻ കുറച്ചു നേരത്തെ വലിയ അഭിമാനത്തോടെ പറഞ്ഞല്ലോ ദേവിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന്. ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇടപെടും. അപ്പൊ കുറച്ചൊരു മതിപ്പ് എനിക്കും തരേണ്ടി വരും. അതല്ലേ പ്രശ്നം? ചേച്ചി, ഇതെന്തൊക്കെയായി പറയുന്നേ? ഞാൻ വലിയ ആൾക്കാരോടൊന്നും സംസാരിച്ചില്ല. ഇത് ഞാനും അച്ഛനും കൂടെ ഉള്ള വിഷയം. ചേച്ചി, ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ചേച്ചിക്ക് ഒന്നും പറ്റിയില്ല. രജനി, നീ കുറച്ച് ഓവറാവുന്നുണ്ട്. അച്ഛനങ്ങനെ തോന്നും. വീട്ടിലെ പണവും പദവിയും ഉള്ളവർക്കേ അംഗീകാരമുള്ളൂ. മക്കളായാലും ശരി, മരുമക്കളായാലും ശരി. ചേച്ചി, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുള്ള ആളാ ചേച്ചി. അതെ, എന്നിട്ടിപ്പ പാല് തന്ന കൈക്കിട്ട് എന്നെ കൊത്തി. അതങ്ങനെയാണല്ലോ. എന്താ ചേച്ചി, എന്താ പ്രശ്നം? ഒന്നുമില്ലേ. മോള് വന്നേ, മീറ്റിംഗിന് സമയമായി. അച്ഛൻ വരണം. എനിക്ക് അച്ഛനോട് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് വൈകിട്ട് സംസാരിക്കാം. എനിക്കിപ്പോ ദേവിയോടൊപ്പം പോണം. ദേവിയോടൊപ്പം പോണോന്നോ? ദേവിയയ്ക്ക് വഴി അറിയാം. കൂടാതെ ഡ്രൈവറും ഉണ്ട്. അച്ഛനെന്ത് ഇവളുടെ പിയാണോ? അച്ഛന്റെ വില കളയരുത്. അച്ഛനൊരു വലിയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാ. ഒരു പീക്കിരി MLA യുടെ പുറകെ നടന്ന് സ്വയം ചെറുതാവരുത്. നോക്ക്, നീ വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കണ്ട. പ്രായം കൊണ്ട് സീനിയർ ആണെങ്കിലും പദവി കൊണ്ട് ദേവിക തന്നെയാ മുകളില്.
ആ സത്യം അംഗീകരിക്കാൻ തന്നെ വേണം. MLA കടന്നു വരുമ്പോൾ ഞാനും എഴുന്നേറ്റേ പറ്റൂ. പീക്കിരി MLA എന്നൊക്കെ ഇവിടെ വെച്ച് പറയുന്നത് കൊള്ളാം. ഓ സ്ഥലത്ത് വെച്ചാണെങ്കിൽ വിചാരിച്ചെടുത്ത് ചിലപ്പോൾ അവസാനിച്ചൊന്നും വരില്ല. എന്തായാലും ശരി, അച്ഛൻ വന്നേ. ഈ മോക്ക് അച്ഛന്റെ മേൽ എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന് അറിയണം. രജനി, ഞാൻ പറഞ്ഞു അത്യാവശ്യം ചില മീറ്റിംഗിൽ പങ്കെടുത്തേ പറ്റൂ. അച്ഛൻ വരണമെന്നില്ല. രജനി ചേച്ചിക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടാവും. അച്ഛൻ ചെല്ല. അച്ഛൻ എന്റെ കൂടെ വരാനേ നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. എന്റെ അച്ഛനാ. എന്റെ ഒരു ആഗ്രഹം അച്ഛൻ തട്ടിക്കളയില്ല. അച്ഛൻ വന്നേ. ഞാൻ വരില്ല. നീ അകത്ത് ചെല്ല്. അമ്മയും നന്ദനോ കാത്തോണ്ട് ഞാൻ കഴിയുന്നത് നേരത്തെ വരാം. അങ്ങനെയാണല്ലേ? ശരി അച്ഛാ, സന്തോഷം. അച്ഛൻ പൊയ്ക്കോളൂ. ഞാന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ വണ്ടി കയറി. നീ അപ്പൊ അച്ഛനെ കണ്ടില്ലേ? ദേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇല്ല, എന്റെ അച്ഛനെ കണ്ടില്ല. തമാശ പറയാതെ. ദേവികയുടെ കൂടെ അച്ഛനും ഒരു മീറ്റിംഗിനായിട്ട് പോയതാ. ഇപ്പൊ ഗേറ്റ് കിടന്നിട്ടുണ്ടാവും. ഓ, ദേവികയുടെ ഒപ്പം ഉണ്ടായിരുന്നാണോ? അതെന്റെ അച്ഛനൊന്നുമല്ല, ദേവികയുടെ പിയ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? നാണോ ഇല്ലേ അച്ഛന്? മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനിക്കുന്ന ആളാ. MLA എന്നുള്ള സ്ഥാനം ഇല്ലെന്നേ ഉള്ളൂ. മന്ത്രിയെക്കാളും മുകളിലാ അച്ഛൻ. എന്നിട്ട് അവളുടെ പിയെ പോലെ നടക്കുവാ. ഓ, അതാണോ കാര്യം? അതെ, അതെനിക്കൊരു കാര്യം തന്നെയാ. കുടുംബത്തിലൊരു MLA വന്നെന്നുള്ള ഭ്രമത്തിൽപ്പെട്ട് നിൽക്കുമായിരിക്കും നിങ്ങള്. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം എന്റെ കുടുംബമാ. ചേച്ചി, എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ തെളിച്ച് എന്നെയാ പറയുന്നേ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാനെന്ത് പിഴച്ചു? ദാ ഇപ്പൊ തന്നെ അച്ഛൻ അവളുടെ ഒരു സേവകനെ പോലെയാ കൂടെ പോകുന്നേ. കണ്ടിട്ട് എന്റെ മനസ്സ് ഇടിഞ്ഞു പോയേ. അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ചപ്പോ കൈ തട്ടിക്കളഞ്ഞു. എന്നിട്ട് അവളോടൊപ്പം കാറി കയറിപ്പോയി. എന്റെ മുഖം അടിച്ചെന്ന് തല്ലിയാ പോലും എനിക്ക് ഇത്ര വേദനിക്കില്ലായിരുന്നു. അല്ലേ ചേച്ചി, ഞാൻ ചോദിച്ചോട്ടെ, ദേവി ചേച്ചിയോട് എന്ത് തെറ്റാ ചെയ്തേ? അതെ മോളെ, അവളൊരു പാവോ. കൊള്ളാം, നന്നായി. ആർക്ക് വേണ്ടിയാണോ ഞാൻ അവളോട് വഴക്കുണ്ടാക്കിയത്, അവരിപ്പോ വലിയ ഹരിചന്ദ്രന്മാർ. അമ്മയും നീയും അല്ലേ ആദ്യം അവൾക്ക് എതിരായത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണം, പത്രിക പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവള് നിന്നെ അനുസരിക്കാത്തോണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതും ഞാൻ ബഹളം ഉണ്ടാക്കിയതും. എന്നിട്ട് അവള് ജയിച്ചപ്പോ അമ്മ എന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്തു. വീടിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അല്പായുസല്ലേ രജനി കാണൂ. അങ്ങനല്ലേ വേണ്ടത്? അല്പ ആയുസായാലും ശരി, ദീർഘ ആയുസായാലും ശരി, ജയിച്ചിട്ട് ഒത്തുതീർപ്പ് പാടുള്ളായിരുന്നു. ആ രാധാമണി ഇവന്റെ കാറിന്റെ മുന്നിൽ ചാടി ഈ വീട്ടിൽ കയറി പറ്റിയത് എങ്ങനെയാ? ആ ക്രിമിനലിനെ MLA അന്തസ്സ് കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്തായി? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് നിനക്കറിയില്ലേ? അമ്മയും കൂട്ടുനിന്നു. ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടി. ദേവി തന്നെ അവരെ പിടികൂടിയതും അച്ഛനെ രക്ഷിച്ചതും. ഇനി വേണമെങ്കിൽ അവളെ ദൈവമായിട്ട് കൂടി കാണും. അല്ല, ഈ വീട്ടില് രാധാമണി ഉണ്ടാക്കിയ കോലാഹലങ്ങള് എന്നെ അറിയിക്കണം തോന്നിയോ നിങ്ങൾക്ക്? അവളും നിങ്ങളും ചേർന്ന് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന് അച്ഛൻ പറഞ്ഞു. നല്ലത് തന്നെ, കാര്യങ്ങളെല്ലാം ശുഭമായല്ലോ. പക്ഷെ ഒരു കാര്യമേ, അവളുടെ മുന്നില് ഞാൻ തോറ്റെടുക്കാൻ പോകുന്നില്ല. MLA അല്ലേ, അവളുടെ പാദപൂജ ചെയ്ത് നടന്ന നിങ്ങൾക്ക് ഗുണം കിട്ടും. പക്ഷെ നാണം കെട്ട് നേടുന്ന നേട്ടം എനിക്ക് വേണ്ട. രജനിക്ക് വാക്കൊന്നേ ഉള്ളൂ. ചേച്ചി,
ചേച്ചിക്ക് ദേവിയോട് അസൂയാണോ? ദേ അനാവശ്യം പറഞ്ഞ പൊല്ലടിച്ച് താഴെ ഇടി ഞാൻ. രജനി അസൂയ പോലും. ഞാൻ കണ്ടു നിറഞ്ഞവളാ. ഓർമ്മ വെച്ച കാലം മുതല് അച്ഛൻ MLA. അതുകൊണ്ട് തന്നെ ആ പദവിയുടെ സകല നേട്ടങ്ങളും അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അസൂയല്ല, സഹതാപാ. സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരത്തേക്ക് നമ്മുടെ അച്ഛന്റെ ഔദാര്യം കൊണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റി. അവിടെ ഇരുന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോ എനിക്ക് സഹതാപാ തോന്നുന്നേ. രജനി നീ ആലോചിച്ച് സംസാരിക്കണം. ദേവിക നന്ദന്റെ ഭാര്യ. ഇവനോടും എനിക്ക് സഹതാപാ. സ്വന്തം ജോലി ഉണ്ടായത് കളഞ്ഞിട്ട് ഇപ്പം ഭർത്താവ് ഉദ്യോഗത്തിന്റെ സുഖത്തിലല്ലേ. നാട്ടുകാരിപ്പോഴേ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചു തുടങ്ങി. ആൾക്കാർ എന്ത് പറഞ്ഞു ചിരിക്കുന്നു ചേച്ചി പറയുന്നേ? അതിപ്പോ ഞാൻ പറഞ്ഞ നീ അറിയണ്ട. നിന്റെ ചെവിയിൽ വൈകാതെ എത്തിക്കോളും.